ലീബ്ര, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് അല്ല, അത് ക്ലിയർ ആണ്. ഇവിടെ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് എനർജിയാണ് ഞാൻ കണ്ടത്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ നിങ്ങൾക്ക്, ഇല്ലേച്ച ഇവരുടെ ഇൻറ്റൻഷൻസ് എന്താണ്, ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമോ, അതല്ലച്ചാ ഇതിൽ ഒരു ബ്രേക്കപ്പ് ആണോ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ഈ ബ്ലോക്ക് ഉള്ളത്, അതും നമ്മൾക്ക് നോക്കാം. ആൻഡ് ഈ ഗൈഡൻസ് വരണത് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റീഡിങ് തുടങ്ങാം. എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ലീബ്ര, നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ ഒരു ബ്ലോക്കൊന്നും കാണാനില്ല. എന്നാലും ഇവിടെ എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ പേഴ്സൺ ആണോ അത് നിങ്ങളാണോ അറിയില്ല. പക്ഷെ ഇവിടെ മാനിപ്പുലേഷൻ ആൻഡ് സാബോട്ടാജിൻ്റെ എനർജി കാണാണ്ട്. അപ്പം നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു റിയാലിറ്റി നിങ്ങൾ നോക്കാണ്ട് അതിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് മുമ്പോട്ടേക്ക് പോവണേ. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു പ്രാക്ടിക്കൽ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലി ആണ് കാര്യങ്ങൾ നോക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഡിറ്റാച്ച്ഡ് എനർജി ഉണ്ട്. അപ്പോൾ ഇമോഷണലി നിങ്ങൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടും നിങ്ങളത് കാണിക്കണില്ല. ഓക്കെ, ഇവിടെ എന്തോ ഒരു ബ്രേക്കപ്പ് ഇല്ലേച്ച് സെപ്പറേഷൻ എനർജി മുമ്പും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ വേണിച്ചാൽ എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല വെച്ചാൽ അവർ തിരിച്ചു വരും. ഇത് പക്ഷേ ഈ പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു പേഴ്സണാണ്. ഇതിൻ്റെ മുമ്പേയും റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. അവരുടെ വേറെ കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഈ ഓപ്ഷൻസൊക്കെ ഇപ്പോഴും ഉണ്ടാവാം, എന്നാലും അവർ തിരിച്ചു വരും. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ യെസ്, ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർ ഇപ്പോഴും ക്ലിയർ അല്ല അവർക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഓഫർ തരും, ഇല്ലച്ചാൽ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയും, വെഡിങ്, മാരേജ്, ഫ്യൂച്ചർ, ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടായില്ല, ഒന്നും ഓഫർ വന്നില്ല. അപ്പം നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഇവിടെ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജി ഫീലിങ്സ് ഇപ്പോൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അറിയാം എവിടെയോ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണോ ഇല്ലേ എന്ന്. ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഒരു റിലേഷൻഷിപ്പാണ്, മാരേജാണ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപററാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഒരു സ്ട്രിക്റ്റ് ആണ്, റിജിഡാണ്. അവരുടെ എനർജിയിൽ ഞാനൊരു വേറെ പേഴ്സണും കാണുന്നുണ്ട്. മേ ബി ഇവർ മാരീഡും ആവാം വേണമെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് കുറേ ടെൻഷനാണ്. എന്താ വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡീപ്പ് ഫീലിംഗ് ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് മേ ബി അവരുടെ ഫാമിലീനെ വിടാൻ പറ്റില്ല, ഇല്ലച്ചാൽ അവരുടെ പാർട്ട്ണറിനെ വിടാൻ പറ്റില്ല. അവർക്കൊരു ടെൻഷൻ ഉണ്ട്. എന്താ വെച്ചാൽ അവർക്കറിയാം നിങ്ങൾക്ക് സീരിയസ് കണക്ഷനാണ് വേണ്ടതെന്ന്. അപ്പോൾ കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ആങ്സൈറ്റി ഉണ്ട്. ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ഇവർ
അല്ല സോറി, ഇത് നിങ്ങളുടെ ഇൻറ്റൻഷനാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഇവിടെ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഓൾറെഡി നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും ഒരു ഓഫർ വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഓക്കെ, പക്ഷെ അതുണ്ടായിട്ടും എവിടെയോ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഇപ്പോഴും റെഡിയാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ, ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർക്ക് ഇത് ഹീൽ ചെയ്യണം എന്നുണ്ട്, അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, എന്തോ ഒരു ഓഫർ തരണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പേടി എന്താ വെച്ചാൽ അവർക്കറിയാം ഈ സിറ്റുവേഷൻ ഇപ്പോൾ കഴിഞ്ഞു. പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം അവർക്ക് ഒരു എഫേർട്ട് ഇട്ട് വേണം നിങ്ങളെ കൺവിൻസിപ്പിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഇവിടെ എന്തായിരിക്കും? അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ലവ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും ഒരു ഫ്യൂച്ചറാണ് കാണുന്നത് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ അവർ വിഡ്രോ ചെയ്തിരിക്കണു, അവർ അങ്ങനെ ഒരു ഓപ്പൺ അപ്പ് ആവണില്ല. പക്ഷേ ഇവിടെ ഒരു റീകൺസിലിയേഷൻ എനർജി ഉണ്ടാവും. ഞാനിവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്, ഇവർ മാരീഡ് ആണ്. അതുകൊണ്ടാണ് അവർ കുറച്ച് ഹോൾഡ് ചെയ്യണം. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് അവർ ഷുവർ അല്ല. അപ്പോൾ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ 5 swords. അപ്പോൾ ഔട്ട്കമ്മിൽ തന്നെ ഞാൻ ചില പ്രശ്നങ്ങളാണ് കാണുന്നത്. ആദ്യം ഒരു സെപ്പറേഷനാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാണെന്ന്. എന്താ വെച്ചാൽ ഇപ്പോഴും ഇവർ തിരിച്ചു വരുമ്പോൾ ഒരു കോൺക്രീറ്റ് ആയിട്ടല്ല വരണേ. ഒരു ഓഫർ കൊണ്ടുവരണില്ല, പറഞ്ഞ ഓഫർ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒരു ക്ലാരിറ്റിയും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്? സ്കോർപ്പിയോ ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനി ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്. ഇവിടെ വന്നിരിക്കണേ വേറെ ക്യാൻസർ വന്നു, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ വന്ന് ഏരീസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലെന്താ ഫീലിങ്സ് ഉള്ളത്? ഇപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കാണുന്നത് ഐ ലവ് യു അൺകണ്ടീഷണലി, ഐ കുഡൻറ്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ, ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ. അപ്പോൾ ഇവിടെ oracle message വന്നിരിക്കണേ unrequited love. അപ്പോൾ there is not enough attraction or chemistry to keep this relationship going. അപ്പോൾ ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് എന്താ ഡിസിഷൻ, തീരുമാനം എടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ടാരോ ഗൈഡൻസേ തരുള്ളൂ. പക്ഷേ നിങ്ങൾക്കാണ് ഫൈനലി ആ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, യെസ് എന്ന് എഴുതുക ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.